നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഇത് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന വിധം പല വിധത്തിലും വയ്ക്കും കേട്ടോ. ഇത് പലതിൻ്റെ കൂടെയും കൂട്ടും. നമുക്കിന്നത് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന ഒരു കറിയാക്കാം. ഇത് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, എന്നാലേ ഒന്ന് പുതിർന്ന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കുള്ള തേങ്ങ വേണം. ഇതാ ഒരു മുറി തേങ്ങ. ഇത് ഒരു കൊച്ചു തേങ്ങയാണ്, ഇത്ര മതിയാവും. ഇത് നമ്മൾ തിരുവി എടുക്കണം. ഇനി നന്നായിട്ട് പൊടിയായിട്ട് തിരുവണം. ഇതിൽ കഷ്ണം വരാൻ പാടില്ല, ഈ പൂള് വരാൻ പാടില്ല, എങ്കിൽ വേവ് ശരിയാവില്ല. മറ്റൊരു തേങ്ങ നല്ല ഒരു പരുവായി വരുമ്പോഴത്തേക്കും ഈ കഷ്ണം വേവാണ്ട് ഇങ്ങനെ കിടക്കും, അത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം കഷ്ണം മാറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി തൊലിച്ച് വയ്ക്കുക. ഒരു 5 6 ചെറിയ ഉള്ളി എടുത്ത് വെക്കുക. ഇത് നമുക്ക് അരിഞ്ഞ് വെക്കണം. ഇത് വലിയ ഉള്ളി ആയതുകൊണ്ട് ഇത് അരിയാണ്. ഈ ചെറിയ ഉള്ളിയിൽ തന്നെ ചെറിയ ഉള്ളിയില്ലേ, അതാണെങ്കിൽ അരിയണ്ട. എന്നിട്ട് 2 കരിവേപ്പിലയും തണ്ടും ഞാൻ വെച്ചിട്ടുണ്ട്, തണ്ടോടെ വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിലെ കരിവേപ്പിലയാണ് കേട്ടോ. അതിന് ശേഷം പൊടി വർഗ്ഗങ്ങളൊക്കെ ഇതാ, മുളക് പൊടി, എരിവ് കുറച്ച് മതി കേട്ടോ. ഇതിന് എരിവ് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. എരിവ് കുറഞ്ഞാലാണ് ആ ടേസ്റ്റ് കിട്ടുക. മുളക് പൊടി, ഇത് പെരുംജീരകമാണ്. പെരുംജീരകം കഴുകി ഉണക്കി പൊടിച്ചത്, പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുക, വറുത്തതല്ല. പിന്നെ അതാ കരിവേപ്പില ഞാൻ മുറിച്ച് കഷ്ണമാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. തണ്ടൊക്കെ ഞാൻ എടുക്കും, എൻ്റെ വീട്ടിലെ കരിവേപ്പിലയാണ്, ഒരു വിഷവും ഇല്ല. പിന്നെ അരിഞ്ഞ ഉള്ളി, ഇതാ 1 ഗ്രാമ്പ് കാണുന്നുണ്ടോ, ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം, 1 ഗ്രാമ്പ്, ഒരു കഷ്ണം പട്ട, ഏലക്ക എന്ന് പറയുമ്പോൾ ഒരു ഏലക്കയുടെ ഒരേ ഒരു കുരു. ഇത് ഒരു കുരുവും കൂടി കാണുന്നത് മുറ്റാത്ത ഏലക്ക ആയതുകൊണ്ട് ഞാൻ വെച്ചതേ ഉള്ളൂ. ഏലക്ക ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടി മുളകിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മല്ലിപ്പൊടി കളറിലിരിക്കുന്നത്. മല്ലി വറുത്ത് ഞാൻ മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ്, അതാണ് ഈ നിറം. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറേ എണ്ണയൊന്നും വേണ്ട, ഇത്ര എണ്ണ മതി. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ, അത് നമ്മൾ ആരോഗ്യത്തിനും അത്ര നല്ലതല്ല. അതിന് ശേഷം ഇതൊന്ന് ചൂടായി, വെള്ളം എല്ലാം പോയിട്ട് വെള്ളം വറ്റി ചൂടായി, ഇതിൽ നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങുമ്പം, പുക ആദ്യം വരുമ്പോൾ തന്നെ ഇതങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതങ്ങ് മൂക്കുകയൊന്നും വേണ്ട, ഇതൊരു പരുവത്തിനങ്ങ് എടുക്കുക. അത് നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കാണാം. മൂക്കുകയും ചോക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. പിന്നെ ബാക്കി തേങ്ങയുടെ കൂടെ കിടന്നിട്ട് മൂക്കും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. വാരിയിടാനേ. കരിവേപ്പിലൊക്കെ വലുതായി കിടക്കുന്നുണ്ടോ, അതൊക്കെ ചെറുതാവും കേട്ടോ. ഇനി ഇത് ചൂടൊക്കെ തട്ടി ഇത് ചുരുങ്ങി ചെറുതാവും. അപ്പം ഇത്ര വലുപ്പത്തിൽ കാണുകയൊന്നുമില്ല. എല്ലാം ഇട്ട് കൊടുക്കുക, പ്ലേറ്റിൽ നിന്നെല്ലാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇടുന്ന സാധനങ്ങൾ തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, എന്നിട്ട് ഇളക്കുക. ഇങ്ങനെ വറക്കുക. ഇതിനൊക്കെ ഓരോ ഇതുണ്ട്, മൂക്കാൻ പാടില്ല കേട്ടോ. നമ്മളങ്ങനെ മൂപ്പിക്കൂല. ഇത് തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ, തേങ്ങയും ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. മസാല സാധനങ്ങളെല്ലാം അതാ പ്ലേറ്റിൽ തന്നെ ഉണ്ട്, എടുത്തിട്ടില്ല. അതിനെടുക്കാൻ സമയമാവുന്നേ ഉള്ളൂ. തേങ്ങ നമ്മൾ വറക്കട്ടെ, നന്നായിട്ട് ഇത് വറക്കുക. ഒരു കാരണവശാലും ഇത് മൂക്കാൻ പാടില്ല, മൂത്താൽ കറി നന്നാവില്ല. ഒരു പരുവമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഘട്ടമായിട്ട് വറക്കുന്ന കാണിക്കുന്നത്. നന്നായിട്ട് ഇത് വറക്കുക, അടി പിടിക്കരുത് ഒരിക്കലും. ഒരുപാട് ചൂടിടരുത്. ഇതാണ്ടോ കുറച്ചും കൂടി ആയിട്ടുണ്ട്. തീ വളരെ കുറച്ചിട്ട് ഇടാവൂ, സിമ്മിലിട്ട് വെച്ചിട്ട് വറക്കുക. നമുക്ക് സമയമില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് തീയിലിട്ടാൽ കരിഞ്ഞും പോവും, അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല. ഇങ്ങനെ വറുക്കുന്ന തേങ്ങയ്ക്കാണ് രുചി. നമ്മൾ കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയും വറുക്കുക, വറുത്ത് ഇനി ഒരു കുറച്ചും കൂടെ ഒന്ന് വറുത്താൽ മതി കേട്ടോ. ഏകദേശം ഈ കളറൊക്കെ ആവണം. വറുത്ത് വരുമ്പം ഈ കളർ കണ്ടോ, ഇത്രയും ആക്കിയാൽ മതി. ഉള്ളിയൊക്കെ കിടക്കുന്നുണ്ടോ, അത്ര മതി. എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് മാത്രം എല്ലാ പൊടിയും കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഫുൾ പൊടിയും തട്ടുക. കണ്ടോ, മുളക്, മല്ലി, മസാല ഐറ്റം എല്ലാം, ആ പട്ടയും ഗ്രാമ്പും ആ ഒരു കുരു ഏലക്കയും എല്ലാം. ഇപ്പോഴും ഞാൻ പറയാം, ഏലക്ക വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലർക്ക് ഏലക്കയുടെ ചുവ ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവർ ഇടണ്ട. ഇട്ടാൽ ഒരു കുരുവിനപ്പുറം ഒട്ടും ചേർക്കരുത്. അത് ആ ഏലക്കയുടെ ചുവ വരും. ഇതൊരു മണവും ഗുണത്തിനും വേണ്ടി ഇടുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അത് തന്നെ വീണ്ടും പറയുന്നത്.
എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഈ സൈഡിലുള്ളതും ചട്ടുവത്തിലുള്ളതും എല്ലാം ഇതിൽ ഇവിടേക്ക് തട്ടിയിടുക. തട്ടിയിട്ടിട്ട് ഇളക്കുക. എന്നിട്ട് ഇളക്കി മുളക് പൊടിക്കൊക്കെ ഒരു വേവ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇത് പാത്രത്തിൽ കോരി വയ്ക്കുക. അതിന് ശേഷം നമുക്കിവിടെ പണിയുണ്ട്. ഈ സവാളയില്ലേ, ഇത് പകുതി മതി, ഒന്നും വേണ്ട. 3 പച്ചമുളകുണ്ട്, അത് അരിഞ്ഞ് വയ്ക്കുക. സവാള, പിന്നെ ചെറിയ ഉള്ളി, ഇത്രയും അരിഞ്ഞ് വെച്ചതാണ്, കണ്ടോ. ഇതരിഞ്ഞ് വയ്ക്കണം. എന്നിട്ട് ഈ തേങ്ങ ഇത്രയും അരച്ചെടുക്കണം. ഇനി നമുക്കിത് വേവിക്കണം. ഈ പച്ച പട്ടാണി, ഈ ഗ്രീൻ പീസ് നമുക്ക് വേവിക്കണം. ഇതിനെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഈ പച്ചപ്പട്ടാണി, ഇത്രയും സാധനം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വേവിക്കാനുള്ളതാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ വെള്ളം ആവശ്യം, നമുക്കറിയാമല്ലോ ഇത് വേവാൻ എത്ര വെള്ളം വേണമെന്ന്. അവരവരെടുക്കുന്ന വയ്ക്കുന്ന കണക്കിന് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് എല്ലാത്തിനും ഉപയോഗിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള ഉപ്പ് ഉപയോഗിച്ചോളൂ. അത് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക. ഞാനിത് അരയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ പച്ചപ്പട്ടാണി വേവുന്നുണ്ട്. എങ്ങനെ അരച്ചാലും, മിക്സിയിൽ അരച്ചാലും അമ്മിയിൽ അരച്ചാലും എങ്ങനെ അരച്ചാലും മഷി പോലെ അരയ്യുക, നല്ലോണം അരയ്യുക. ഞാൻ കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കർ തുറന്നപ്പോൾ വെന്തിരിപ്പുണ്ട്. ഇതിനെ ഇനി ഒരു ചട്ടിയിലാക്കണം എനിക്കെങ്കിലേ സമാധാനമുള്ളൂ. ചട്ടിയിലാക്കി. ഇനിയത്തെ പാചകമൊക്കെ ചട്ടിയിൽ നിന്നാണ്. ഇത് വേവിക്കാൻ മാത്രമേ കുക്കർ എടുക്കുകയുള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട്, എന്താ അറിയോ, ഇനി അഥവാ തികഞ്ഞില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം കൂടുതലാണെങ്കിൽ കറിക്ക് ശരിയാവില്ലല്ലോ, കറി വെള്ളമായി പോവില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. ഇത് അമ്മി കഴുകിയ വെള്ളമാണ് കേട്ടോ, അതിൻ്റെ കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഇത്ര മതി, അതുകൊണ്ട് ഞാൻ കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് സ്പൂണിട്ട് ഇളക്കുകയാണ്. വെള്ളം കുറവായിരുന്നുവെങ്കിൽ ആ വെള്ളത്തിലിട്ട് ഞാൻ കലക്കി ഒഴിക്കുമായിരുന്നു. ഇപ്പം വെള്ളം പാകമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അരച്ച കൂട്ടിന് ഇതിനകത്തേക്കിട്ട് സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. കണ്ടോ, ഇത് തിളച്ചിട്ട് ഇനി വറ്റണം, ഒന്ന് കുറുകണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ട് വെന്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ പച്ച ചോദിക്കും കേട്ടോ. തേങ്ങ വറുത്തരച്ചതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വേവണം. വെന്തില്ലെങ്കിൽ കൂട്ട് ചുവയ്ക്കും. അത് ഏത് കറിയായാലും, ഇതെന്നല്ല, ഏതായാലും അതിനൊക്കെ ഒരു വേവുണ്ട്. നമ്മൾ കറിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വേവുണ്ട്. നല്ല കറിയാട്ടോ, എല്ലാത്തിനും ഉപയോഗിക്കുക. അത് ഇതാ തിളയ്ക്കുന്നുണ്ട്. ഇനി പണിയൊന്നുമില്ല. ഇനി ഒന്ന് വറവിടുക, ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. വറവിട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞത്. ചോറ്, പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം, ദോശ, ബ്രെഡ്, എല്ലാത്തിനും വറവിട്ട് ഒഴിച്ചു. എല്ലാത്തിനും നല്ല സൂപ്പർ കറി. ഇനി ബൗളിലേക്ക് മാറ്റുക കുറച്ചെടുത്തിട്ട്. ഇതാണ്ടോ നല്ല കറി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എല്ലാ പാചകത്തിൻ്റെതും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരും. ഓക്കെ, ഉണ്ടാക്കി നോക്കുക. നല്ല കറിയാണ്.